LDF സർക്കാർ ജോലി നൽകിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഇത്തവണ ഓണം പട്ടിണിയിൽ. 2018 പ്രളയത്തിന് ശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് 170 പേരെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകി തീരദേശ മേഖല അടക്കം സംരക്ഷിക്കാൻ നിയോഗിച്ചത്. എന്നാൽ ഇത്തവണ ഇവർക്ക് ഇതുവരെ ശമ്പളമോ ഉത്സവബത്തിയോ ലഭിച്ചില്ല. 2018 പ്രളയത്തിന് ശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 170 പേർക്ക് കൊച്ചിയിലും തൃശ്ശൂരിലുമായി പ്രത്യേക പരിശീലനം നൽകിയത്. കടലിൽ അകപ്പെട്ടു പോകുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു പ്രത്യേക പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ 7 വർഷമായി ഇവർ കേരളത്തിന്റെ തീരപ്രദേശത്ത് കാവലായി നിൽക്കുകയാണ്. ഇതിനോടകം ആയിരക്കണക്കിന് മനുഷ്യജീവനുകളാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. രൂക്ഷമായ കടലാക്രമണത്തെ തുടർന്ന് കടലിൽ അകപ്പെട്ടു പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതും പരിശീലനം ലഭിച്ച ഈ കോസ്റ്റൽ വാർഡുകളാണ്. സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. കഴിഞ്ഞ 7 വർഷമായി കൃത്യമായി ഇവർക്ക് ശമ്പളം ലഭിച്ചു പോകുന്നു. എന്നാൽ ഇത്തവണ ഇതുവരെ ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ ഓണത്തിന് ഉത്സവബത്ത അനുവദിച്ചിരുന്നു. ഇത്തവണ ഉത്സവബത്തയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വർഷാവർഷം കരാർ പുതുക്കി കരാർ തൊഴിലാളികളായിട്ടാണ് ഇവർ ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെ ഇവരുടെ കരാറും പുതുക്കിയിട്ടില്ല. 140-ലധികം വരുന്ന കോസ്റ്റൽ വാർഡുമാരാണ് രാവും പകലുമില്ലാതെ തീരപ്രദേശത്ത് ജോലി ചെയ്തു വരുന്നത്. ഒരു പരിധിവരെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ജോലികളും ചെയ്യുന്നത് ഇവരാണ്. തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇവരെയും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണിപ്പോൾ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശമ്പളം പോലും ലഭിക്കാതെ ഇത്തവണ എങ്ങനെ ഓണത്തിന് വീട്ടിൽ പട്ടിണിയില്ലാതെ കഴിയുമെന്ന ആശങ്കയിലാണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബം. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.